ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഈ ആൻറ്റിമാരൊക്കെ എന്തിനാ ബസ്സിനകത്ത് തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുന്നത്, അതെന്തിനാ വീഡിയോ ആയിട്ട് എടുത്തിട്ടേക്കുന്നതെന്നൊക്കെ തോന്നത്തില്ലേ? അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആറ്റിങ്ങൽ ഡിപ്പോയിൽ ഹരിതവാരമായിട്ട് ഒരാഴ്ചത്തേക്ക് ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു പൂന്തോട്ടമൊക്കെ നിർമ്മിച്ചത് കേട്ടോ. അതിനുശേഷം 9-ാം തീയതി തന്നെ നമ്മുടെ ബസ്സുകളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കുക എന്നുള്ള ഒരു കടമയാണ് 9-ാം തീയതിക്കുള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ജോലികളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 9 ദിവസത്തേക്ക് ബസ്സുകൾ കഴുകുക. അപ്പം എല്ലാവരും ഒത്തൊരുമയായിട്ട് നിന്ന് ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് എല്ലാം കഴിയുകയാണ്. ഞങ്ങളുടെ വണ്ടി ഇല്ല കേട്ടോ, ഞങ്ങളുടെ വണ്ടി റോട്ട് പോയിരിക്കുകയാണ്. ഇതപ്പോൾ ഗ്യാപ്പ് കിട്ടിയ സമയം കൊണ്ടിട്ടേന്ന് വണ്ടികളൊക്കെ കഴുകി പറയും. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ആക്റ്റീവായിട്ട് നിന്ന് ആ ഒരു ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഫുൾ കഴുകി റെഡിയാക്കിയുണ്ട്. ബ്രഷൊക്കെ ഇട്ട് ഫുള്ള് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ജനറൽ ബസ്സുകളുണ്ട്, വേനാടുണ്ട്, ഫാസ്റ്റുണ്ട്, സൂപ്പർ ഫാസ്റ്റുണ്ട്, എല്ലാ വണ്ടികളും കഴുകുന്നുണ്ട് കേട്ടോ. നല്ല മഴ സമയമാണ്, എന്നാലും അതൊന്നും നോക്കാണ്ട് തന്നെ അവർ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി തരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടികളെല്ലാം വൃത്തിയാക്കി കഴുകി ഇട്ടിട്ടുള്ള സീനാണ് ഈ കാണുന്നത്. എല്ലാവരും നല്ല സുന്ദര കുട്ടപ്പന്മാരായി കിടക്കുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആറ്റിങ്ങൽ മോഡൽ സ്കൂളിലെ കുട്ടികൾ, നാഷണൽ സർവീസ് സ്കീമിലുള്ള കുട്ടികൾ വന്നിട്ട് നമ്മുടെ പൂന്തോട്ടം ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ നട്ട് കഴിഞ്ഞ് വെച്ചതും പഴയ ഇരുന്ന പൂന്തോട്ടവും ഒക്കെ അവർ കാടൊക്കെ റെഡിയാക്കി തന്നിട്ട് അവരെല്ലാം വെട്ടി നിർത്തുന്നുണ്ട് കേട്ടോ. ചെടികളെല്ലാം വെട്ടി നിർത്തുന്നുണ്ട്. അവർക്ക് എന്താണ് അവരുടെ എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യുന്നത് പറയിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഒരു സാറന്മാരും ഉണ്ട് കേട്ടോ, നാഷണൽ സർവീസ് സ്കീമിലുള്ള. അപ്പോൾ കേട്ടോ ലൈനൊക്കെ കറക്റ്റ് വെച്ചിട്ട് അതിനൊന്ന് ചെടികളൊക്കെ വെട്ടി ലെവലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ദിവസത്തോട് ബന്ധപ്പെട്ട് ഒരു സ്കൂളിൽ പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ ഡിപ്പോയിൽ വന്നത് ചെയ്തു തരുന്നത് കേട്ടോ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നമുക്ക് നല്ലൊരു പൂന്തോട്ടം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പൂന്തോട്ടം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒന്ന് വൃത്തിയാക്കി വെട്ടി നിർത്തി ലെവലാക്കി അറേഞ്ചാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തു തന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ആറ്റിങ്ങൽ ഡിപ്പോ സംബന്ധിച്ച് ഒരു വലിയ അഭിമാനം തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ പൂന്തോട്ടം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവരെല്ലാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്നാലോ. പൂന്തോട്ടം നിർമ്മാണം കഴിഞ്ഞിട്ട് പൂന്തോട്ടം നിർമ്മാണം കഴിഞ്ഞ ശേഷം നമ്മൾ ഡിപ്പോ എഞ്ചിനീയറും നമ്മുടെ സൂപ്രണ്ട് സാറും അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം നിന്നിട്ട് അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട്. അവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്പോയിൽ എന്തൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ വീഡിയോ എടുക്കുന്നുണ്ട്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ സാറന്മാരും ഒന്ന് കുറച്ച് നേരം സംസാരിച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെല്ലാവരും പിരിയും കേട്ടോ. അങ്ങനെയാണ് ഈ വർഷത്തെ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി സ്കൂളിന് വഴി നടന്നേക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേ കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.